10ാം ക്ലാസ്സിലെ SCERT സിലബസ് അനുസരിച്ച് ഫിസിക്സിനകത്ത് ചാപ്റ്റർ 1-നകത്ത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിനകത്ത് നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ജൂൾസ് ലോ എന്താണ്, എങ്ങനെയാണ് ജൂൾസ് ലോ വന്നത്, ജൂൾസ് ലോയുടെ ഇക്വേഷൻ H=I²RT എന്ന് പറയുന്നു. I, R, T വേരി ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വരുന്ന ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 2 കാണാതെ ആദ്യമേ തന്നെ പോയി പാർട്ട് 1 കാണുക. അതിനുശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ജൂൾസ് ലോയും പിന്നെ നമ്മുടെ ജൂൾസ് ലോയ്ക്ക് അകത്ത് വരുന്ന ജൂൾസ് ലോ എന്ന് പറയുമ്പോൾ H=I²RT എന്നാണ്. അപ്പോൾ ഈ എച്ചിനകത്ത് എന്താണ് ഹീറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന I², R റെസിസ്റ്റൻസ്, T ടൈം ഫോർ വിച്ച് ദ കറൻറ്റ് ഫ്ലോസ്, ഇവ തമ്മിലുള്ള റിലേഷനും ജൂൾസ് ലോയും പിന്നെ എന്താണ് ജൂൾസ് ലോയ്ക്കകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റും അക്കോർഡിംഗ് ടു ജൂൾസ് ലോ. അപ്പോൾ എന്താണ് ലെറ്റ് us ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഹീറ്റ് ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ആൻഡ് ദ കറൻറ്റ്, എന്താണ് relation between the heat developed according to Joules law and the current, resistance and the time for which the current flows. അപ്പോൾ എന്താണ് ജൂൾസ് ലോ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസായ ഐയും ആറും ടിയും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പറയാൻ പോകുന്നത്. ഇവിടെ എ ആൻഡ് ബി ആർ 2 ബീക്കേഴ്സ് ഓഫ് 200 ml കപ്പാസിറ്റി. എയും ബിയും 2 ബീക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 200 ml കപ്പാസിറ്റിയാണ്. ഈച്ച് ബീക്കർ കണ്ടെയ്ൻസ് 100 ml ഓഫ് വാട്ടർ. ഓരോ ബീക്കറിലും 100 ml വാട്ടർ ഉണ്ട്. PQ ഈസ് എ നിക്രോം വയർ. ഇവിടെ ഈ ബീക്കറിനകത്ത് എക്കകത്ത് കിടക്കുന്നത് ഒരു നിക്രോം വയറാണ്. പക്ഷേ ബിക്കകത്തുള്ളത് RS ഈസ് എ കോപ്പർ വയർ ഓഫ് സെയിം ലെങ്ത് ആൻഡ് ഡയമീറ്റർ ആസ് ദ നിക്രോം വയർ. അപ്പോൾ നിക്രോം വയറിനും കോപ്പർ വയറിനും എങ്ങനെയാണ്? സെയിം ലെങ്താണ് പിന്നെ സെയിം ഡയമീറ്ററുമാണ്. ഇനി മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ ബീക്കേഴ്സ് എ ആൻഡ് ബി യൂസിങ് എ തെർമോമീറ്റർ. ഇനി നമ്മളൊരു തെർമോമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ബീക്കർ എയിലും ബിയിലുമുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് പറയുന്നത്. When switched on, isn't it the same current that passes through PQ and RS? സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പം എന്താണ് സെയിം കറൻ്റ് ആണോ PQവിലൂടെയും RSലൂടെയും കടന്നു പോകുന്നത്? ഒബ്സർവ് ദ അമ്മീറ്റർ റീഡിങ്. ആ റീഡിങ് എന്തുപയോഗിച്ചാൽ കറണ്ട് മെഷർ ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചാണ്? അമ്മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ 2 ബീക്കേഴ്സ് ആഫ്റ്റർ 3 or 4 minutes. അപ്പോൾ ആദ്യം ഒന്ന് ടെമ്പറേച്ചർ നോക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ 2 ബീക്കേഴ്സ് ആഫ്റ്റർ 3 or 4 minutes. 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി 2 ബീക്കറിലെയും ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ചേഞ്ചിങ് ദ കറൻറ്റ് ആൻഡ് ടൈം. അപ്പോൾ എന്താണ് ആദ്യം എന്ത് ചെയ്തു? സെയിം കറൻറ്റ് പാസസ് ത്രൂ. ഇനി എന്താണ് മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 3-4 മിനിറ്റ് കഴിഞ്ഞ് മെഷർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് കറൻറ്റും ടൈമൊക്കെ മാറ്റി കൊടുത്തിട്ട് നമ്മളിതൊന്ന് മെഷർ ചെയ്യണം. ഇനി അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓഫ് the water in beakers A and B, which one got heated more? Why? അപ്പോൾ ഇതിനകത്ത് ഒന്ന് നിക്രോം വെച്ചതാണ്, ഒന്ന് കോപ്പർ പീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ബീക്കറിലായിരിക്കും വാട്ടർ കൂടുതൽ ഹീറ്റ് ആവുന്നതെന്ന്? സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് H=I²RT, ആറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എന്താണ് ബീക്കർ എ ഗോട്ട് ഹീറ്റഡ് മോർ, അതായത് എ ആയിരിക്കും ഹീറ്റ് ചെയ്യുന്നത് കൂടുതൽ. ബിക്കോസ് നിക്രോം ഹാസ് മോർ എന്താണ് റെസിസ്റ്റൻസ് ആൻഡ് ഹെൻസ് മോർ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പം നിക്രോമിനകത്ത് എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താണ് H= എന്താണ് I²RT എന്നുള്ളതാണ്. ഇവിടെ എന്താണ് R എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. R കൂടുന്നതനുസരിച്ച് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വാട്ടർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ ടെമ്പറേച്ചർ കാണിക്കും. അപ്പോൾ ഇവിടെ ആർക്കാണ് കൂടുതൽ? നിക്രോം വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ കൂടുതൽ ചൂടാകും. ഇനി അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൻ കറൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് ദ റിയോസ്റ്റാറ്റ്? ഇനി അടുത്ത് വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് വെൻ കറൻറ്റ് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് ദ റിയോസ്റ്റാറ്റ്? ഇവിടെ നമുക്ക് അതിനുള്ള ആൻസർ പറയാം. അതായത് കറൻറ്റ് I എന്ന് പറയുന്നതും എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമ്മുടെ കറൻറ്റ് 2 ബീക്കറിലെയും കറൻറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി വാട്ടറിൻ്റെ ടെമ്പറേച്ചറും എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഐ എന്ന് പറയുന്ന I²RT, ഐ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പം എന്താണ്, കറണ്ട് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്ത്, വാട്ട് വാസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ടു ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ബീക്കേഴ്സ് ഓൺ ഇൻക്രീസിങ് ടൈം. ടൈമും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ടൈം കൂട്ടുന്നതനുസരിച്ച് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും വാട്ടറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് മോർ, അതായത് ടൈം കൂട്ടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് പറയുന്നത്. അതായത് ജൂൾസ് ലോയും നമ്മുടെ ജൂൾസ് ലോയ്ക്ക് അകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻ വെച്ചുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ കണ്ടത്. അടുത്തൊരൊറ്റ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് ജൂൾസ് ലോയുടെ ആപ്ലിക്കേഷൻ. വാട്ട് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജൂൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂൾസ് ലോ ഈസ് യൂസ്ഫുൾ ഇൻ ഡിവൈസസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന ഡിവൈസസിൽ ജൂൾസ് ലോ വളരെയേറെ യൂസ്ഫുൾ ആണെന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് ജൂൾസ് ലോയെക്കുറിച്ച് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ലെറ്റ് us സോൾവ് സം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വിച്ച് ആർ റിലേറ്റഡ് ടു ജൂൾസ് ലോ. ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. എപ്പോഴും പ്രോബ്ലംസ് എന്ത് ചെയ്യണം, നമ്മൾ പേപ്പറും പേനയും എടുത്ത് തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ മച്ച് വിൽ ബി ദ ഫസ്റ്റ് പ്രോബ്ലം ആണ്, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അപ്പോൾ എന്താണ്, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എച്ച്, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ എത്രമാത്രം ഹീറ്റാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് എച്ച് ഈസിക്കൽ ടു നമ്മുടെ ജൂൾസ് ലോ അനുസരിച്ച് എച്ച് ഈസിക്കൽ ടു I²RT എന്നുള്ള ഇക്വേഷൻ എഴുതാം. ഇനി നമ്മളിവിടെ ഓരോന്നും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതാൻ പോവാണ്. ഏതാണ്, ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറൻറ്റ് ഫ്ലോസ് അപ്പം ത്രൂ എ കണ്ടക്ടർ. അപ്പോൾ എന്താണ്, I ഈസിക്കൽ ടു 0.2 ആംപിയർ. ഇനി ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm. അപ്പോൾ റെസിസ്റ്റൻസ് R എത്രയാണ്, 200 ohm ഫോർ 5 minutes. ടൈം എപ്പോഴും എന്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ സെക്കൻഡിലായിരിക്കണം. പക്ഷേ ഇവിടെ എത്രയിലാണ് തന്നിരിക്കുന്നത്, മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മിനിറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെക്കൻഡിലേക്ക് വരണം. അപ്പോൾ ടൈം ഈക്വൽ ടു 5 minutes എന്ന് പറഞ്ഞാൽ 5 × 60 ഈക്വൽ ടു 300 സെക്കൻഡ് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ്, ഐയുടെ വാല്യൂ കിട്ടി, ആറിൻ്റെ വാല്യൂ കിട്ടി, ടിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. I², 0.2ൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 200 ഇൻറ്റു ടി എന്ന് പറയുന്നത് 300 സെക്കൻഡ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 2400 ജൂൾ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് എത്രയാണ്, 2400 ജൂൾ. ഇനി നമുക്കിത് കലോറിക് വാല്യൂവിൽ കലോറി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് കലോറിയും തമ്മിലുള്ള റിലേഷനുണ്ട്. അതായത് ഇഫ് 4.2 joule is 1 calorie, then H ഈസിക്കൽ ടു, അതായത് 4.2 ജൂൾസ് ചേരുമ്പോഴാണ് ഒരു കലോറി ഉണ്ടാകുന്നതെങ്കിൽ എച്ചിനെ കലോറിയിലേക്ക് പറയാൻ വേണ്ടി നമ്മൾ എന്തെഴുതണം, നമ്മൾ 2400 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ഹീറ്റ് ജനറേറ്ററിൻ്റെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 571.42 കലോറി എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എന്താണ് കലോറിക് വാല്യൂ ഉള്ളത്. ഇനി H ഈസിക്കൽ ടു I²RT ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ കറൻറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ഏത് ഉപയോഗിച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചത് H ഈസിക്കൽ ടു I²RT. പക്ഷേ ഈ I²RT ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ കറൻറ്റ് I flows through a conductor. Let us try to write down the equation in some other forms as well. അതായത് ഇവിടെ കറൻറ്റ് വന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കറൻറ്റും ടൈമും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വേറൊരു ഇക്വേഷൻ, അതായത് എന്താണ് ഈ കറൻറ്റ് അല്ലാതെ ഇനിയിപ്പോൾ വോൾട്ടേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസിനെ തന്നെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഓംസ് ലോ അനുസരിച്ച് V ഈസിക്കൽ ടു I ഇൻറ്റു R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ I എത്രയാണ്, V ഡിവൈഡഡ് ബൈ R ആണ് നമുക്ക് എഴുതാം. അപ്പോൾ I ഈക്വൽ ടു എന്താണ്, I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R എന്ന് എഴുതാമല്ലോ. ഈ ലെഫ്റ്റിലേക്ക് ഈ R വന്നു കഴിയുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് ഇങ്ങോട്ട് ഡിവിഷനായി. അതാണ് I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R എന്ന് എഴുതുക. പിന്നെ എന്താണ് അക്കോർഡിംഗ് ടു ഓംസ് ലോ I ഈക്വൽ ടു V ഡിവൈഡ് ബൈ R. If we substitute this in the equation according to Joules law, H is equal to I²RT. അപ്പോൾ ഐക്ക് പകരം നമ്മൾ എന്തെന്ന് എഴുതണം, V ഡിവൈഡ് ബൈ R. അപ്പോൾ എന്തെന്ന് എഴുതണം, H is equal to V ഡിവൈഡ് ബൈ R the whole square, I²RT അല്ലേ. അപ്പോൾ V ബൈ R
സ്ക്വയർ ആർ ടി. അപ്പോൾ എന്താണ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ടി കിട്ടും. ഈ ആറും ഇവിടുത്തെ ഒരു ആറും നമുക്ക് ക്യാൻസലായി പോകും. അപ്പോൾ എന്താണ് കിട്ടുന്ന വി സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ആർ. മുകളിലത്തെ ആറും എന്താണ് ഇത് കിട്ടുന്നത് വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആർ ടി എന്ന് കിട്ടും, എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ആറും ഈ ഒരു ആറും വെട്ടിപ്പോവും. അപ്പോൾ എന്താണ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഐ ഉണ്ടോ? ഇല്ല. വി ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. അപ്പം നമുക്ക് കറണ്ട് അല്ലാതെ ഏതെങ്കിലും സിറ്റുവേഷനിൽ വോൾട്ടേജാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us find out the heat developed in 3 minutes by a device of resistance 420 ohm working under 230 volt. അപ്പോൾ നമുക്ക് ഒരു എന്താണ് ഇത് ചെയ്യാം. ലെറ്റ് us find out the heat developed. അപ്പോൾ H is equal to എന്താണ് ഏതാണ് ഇക്വേഷൻ? ഇനി നമുക്ക് ഏതാ ഇക്വേഷൻ നമുക്കൊന്ന് ആലോചിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എഴുതാം. ഇൻ 3 minutes, അപ്പോൾ ടൈം ഈക്വൽ ടു 3 minutes. 3 minutes എന്ന് പറയുമ്പോൾ 3 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 3 × 60 180 സെക്കൻഡ് എന്ന് കിട്ടും. ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു 420 ഓം എന്ന് കിട്ടും. വർക്കിംഗ് അണ്ടർ 230 വോൾട്ട്. ഇവിടെ കറണ്ട് ആണോ നമുക്ക് തന്നിരിക്കുന്നത്? അല്ല, വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എന്തെന്ന് ഇക്വേഷൻ എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ടി എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. വി എന്ന് പറയുന്നത് 230, അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുമ്പോൾ 230 സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറയുന്ന 3 × 60 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുമ്പോൾ 920. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 350 ജൂൾ എന്ന ആൻസർ കിട്ടി. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് നമുക്ക് രീതിയിൽ ചെയ്യാം. അതായത് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിന് നമുക്ക് വി തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. അപ്പോൾ ആ വിയെ നമുക്ക് ആദ്യം ഐയുടെ ഫോമിലേക്ക് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നല്ലേ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ. വി എന്ന് പറയുന്നത് 230 ആണ്, ആർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് റെസിസ്റ്റൻസ് 920 ആണ്. അപ്പോൾ അത് വി ഡിവൈഡ് ബൈ ആർ ചെയ്യുമ്പോൾ 0.25 കിട്ടും. ഇനി എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ എന്താണ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 0.25ൻ്റെ സ്ക്വയർ ഇൻറ്റു 920 ഇൻറ്റു ടി എന്ന് പറയുന്നത് 3 × 60 ആണ്. അപ്പോൾ എന്താണ് 1350 ജൂൾ എന്ന് പറയുന്ന സെയിം ആൻസർ തന്നെ കിട്ടി. അപ്പോൾ ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ദസ് ഒബ്റ്റെയ്ഡ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചു എന്ന് ഓർത്തുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തതിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ. ഇനി അടുത്ത് നോട്ട് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ദ റിലേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ എന്താണ് ഇനി നമുക്ക് എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഐ സ്ക്വയർ ആർ ടി അല്ല, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ടി ആർ ഇൻറ്റു ടി അല്ല. അതിന് പകരം ഇനി എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ് us calculate the heat developed when 3 ampere current flows for half an hour through an electric iron box designed to work under 230 volt. Which equation will help us to solve the problem easily? Solve the problem. അപ്പോൾ എന്താണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. 3 ampere current flows for half an hour, t equal to half an hour, using electric iron box designed to work under voltage എന്താണ് 230 volt. അപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ പക്ഷേ ഇവിടെ എന്താണ് ഐ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇനി ഐ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യണം. അപ്പോൾ ഏതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇക്വേഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഇനി അടുത്ത വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ടി. സോറി, ഇവിടെ ഐ തന്നിട്ടുണ്ട്. എന്താണ് സോറി പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു. ഐ തന്നിട്ടുണ്ട്, പക്ഷേ എന്താണ് തന്നിരിക്കുന്നത്? 6 തന്നിട്ടില്ല. അപ്പം 6 തന്നിട്ടില്ലാത്തതുകൊണ്ട് ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ 6 നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി. അതുകൊണ്ട് അത് ടഫാണ്. ഇനി അടുത്ത കേസിൽ എന്താണ് വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ടി. പക്ഷേ ഇവിടെ 6 തന്നിട്ടില്ല, പകരം ഐ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനും പറ്റില്ല. ഇനി മൂന്നാമത്തെ ഇക്വേഷനായ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ നോക്കിയേ, വി ഉണ്ട്, ഐ ഉണ്ട്, ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷനാണ് ഏതാണ് ഈ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഐ ഈസ് ഈക്വൽ ടു 3 ആംപിയർ, ടി ഈക്വൽ ടു 30 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാഫ് അവറായി. ഹാഫ് അവർ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ്സ് ഇൻറ്റു 60 സെക്കൻഡ്സ് ഈക്വൽ ടു അത് പിന്നെ വോൾട്ടേജ് 230 വോൾട്ട്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ നമ്മൾ വിക്ക് പകരം 230 കൊടുത്തു, ഐക്ക് പകരം എന്തെന്ന് കൊടുത്തു 3 കൊടുത്തു, ടിക്ക് പകരം എന്താണ് 30 × 60. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും, ജൂളിലുള്ള ആൻസർ ആയിരിക്കും ഇതെന്ന് പറയുന്ന ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിനകത്ത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഓഫ് 2 ഇലക്ട്രിക് ഹീറ്റേഴ്സ്
ആർ ഗിവൺ ബിലോ. ഇവിടെ 2 ഇലക്ട്രിക് ഹീറ്ററുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ മേഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ്സ് ഈച്ച്. അപ്പോൾ എന്താണ് ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രിക് ഹീറ്ററുകളുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് ദേ ആർ മേഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ് ഈച്ച്. അതായത് ഒരു 5 മിനിറ്റ് വീതം വർക്ക് ചെയ്യാനാണത് മെയ്ഡ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൻ്റെ എന്താണ് ഹീറ്റ് ഡെവലപ്പ് ആകുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 കേസിലും വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടേജാണ്. പക്ഷേ ആദ്യത്തെ എന്താണ് ഹീറ്ററിനകത്ത് റെസിസ്റ്റൻസ് എന്താണ് 1150 ആണ്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഹീറ്ററിനകത്ത് എത്രയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെറും 460 ഓം ആണ്. ഇനി ഇവിടുത്തെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 2 കേസിലും സെയിം ആണ്. ഇപ്പോൾ അവിടെ ആർക്കാ വ്യത്യാസമുള്ളത് ഇവിടുത്തെ നമ്മുടെ റെസിസ്റ്റൻസിന്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം? H = V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പോൾ എന്താണ് V² / RT എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ Vക്ക് പകരം 230, Tക്ക് പകരം എന്താണ് 5 മിനിറ്റ്സ് 5 × 60 അതായത് 300 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ R 1150. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ 13800 ജൂൾ എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇനി അടുത്ത ഹീറ്ററിനകത്ത് എന്താണ് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് V²T / R. അപ്പോൾ Vക്ക് പകരം 230 ഇത് സ്ക്വയർ ഇൻറ്റു T എന്ന് പറയുന്നത് 300 ഡിവൈഡ് ബൈ R എന്ന് പറയുമ്പോൾ 460. അപ്പോൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാണ് 34,500 ജൂള്. അപ്പോൾ ആർക്കാണ് ഇവിടെ എന്താണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ താഴെ കടന്നതുകൊണ്ട് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് താഴെ വന്നതുകൊണ്ട് റെസിസ്റ്റൻസ് എന്താണ് കുറയുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്തു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് കൂടി. അപ്പോൾ നമുക്കിതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. വൈ ഡസ് ദ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ. അതായത് എന്താണ് ഇവിടെ ലോ റെസിസ്റ്റൻസ് ഉള്ള എന്താണ് ഹീറ്റർ എന്തുകൊണ്ടാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്? അതായത് ഇവിടെ എന്തായിരിക്കും റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഹൈ ആകും. അതിൻ്റെ ബേസിൽ അതായത് റെസിസ്റ്റൻസ് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഹൈ ആകും. അതുകൊണ്ടാണത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി അടുത്തത് ഇൻ വിച്ച് വേ ഡസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദ ഹീറ്റ് ഡെവലപ്ഡ്. അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് റെഡ്യൂസ് ചെയ്തത്? അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഹീറ്റ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത് ഫൈൻഡ് ഔട്ട് ദ കറൻറ്റ് ഇൻ ദ ഹീറ്റേഴ്സ് A and B ആൻഡ് കമ്പയർ ദ ഹീറ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഇവിടെ ഓരോ ഹീറ്ററിലെയും കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കറൻറ്റ് = എന്താണ് I = V/R ആണ്. അപ്പോൾ 230 ഡിവൈഡഡ് ബൈ എന്താണ് R എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ 1150 ആണ്. അപ്പോൾ അത് = എന്താണ് 0.2 ആംപിയർ എന്ന് കിട്ടി. പിന്നെ രണ്ടാമത്തെ കേസിൽ 230 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 460 ആണ്. അപ്പോൾ അവിടുന്ന് 0.5 ആംപിയർ എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് അത് കമ്പയർ. അതായത് ഹീറ്റ് ഐയും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്തു ഹീറ്റും ഇൻക്രീസ് ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹൗ ഡു ദ റെസിസ്റ്റൻസ് ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ കറൻറ്റ് ഇൻ ദ സർക്യൂട്ട്. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ എന്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കറൻറ്റ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും കറൻറ്റ് ഡിക്രീസ് ചെയ്യും. അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജൂൾസ് ലോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിനകത്ത് എങ്ങനെയാണ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ആ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുമ്പം ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ H = I² RT ആണെന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ I R T. ഇനി H = V² / R × T എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ V R T. ഇനി അതുമല്ല H = VIT എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ VIT. ഈ 3 ഫാക്ടേഴ്സ് ആണ് എന്താണ് നമ്മുടെ ജൂൾസ് ലോയിൽ ഇക്വേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.